ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്നൊരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. സിഗരറ്റ് പാൻറ്റാണ്. പോക്കറ്റ് വെച്ചിട്ടാണ് ഈ പാൻറ്റിന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതേമാതിരി തന്നെ ഈ പാൻറ്റിൻ്റെ ബാക്കിൽ മാത്രമാണ് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നത്. ഫ്രണ്ട് ബാൻഡ് വെച്ച് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ തുണി എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ തുണിയാണ്. 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വീതിയുള്ള തുണിയാണ്. 45 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വിഡ്ത്ത് വൈസിലാണ് മടക്കി കൊടുക്കുന്നത്. തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി കൊടുക്കുന്നത് വിഡ്ത്ത് എടുത്തിട്ടാണ് മടക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാനിവിടെ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലേക്കാണ് ഞാൻ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത്. മുകളിലേക്ക് എനിക്ക് ഇവിടുന്ന് ലെങ്ത്ത് വേണ്ടത് 38 ഇഞ്ചാണ്. 2 ഇഞ്ച് നമ്മളിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈനിൽ നിന്നാണ് നമ്മൾ 38 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 38 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 38.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ മുകളിലേക്ക് നമ്മൾ എലാസ്റ്റിക് അല്ല വെക്കുന്നത്, ബാൻഡാണ് വെക്കുന്നത്. വേറൊരു തുണി വെച്ചിട്ടാണ് അതിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അതാണ് 38ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 38.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ പാൻറ് ഇടുന്ന ഭാഗത്തെ വണ്ണല്ല, അവിടുന്ന് താഴേക്ക് വീതി കൂടിയ ഭാഗത്തെ വണ്ണാണ് എടുത്തു കൊടുക്കേണ്ടത്. ഹിപ്പ് റൗണ്ടാണ്, ഹിപ്പിൻ്റെ അളവാണ് എടുത്തു കൊടുക്കേണ്ടത്. എനിക്കിവിടെ ഹിപ്പ് റൗണ്ട് വരുന്നത് 36ആണ്. 36നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്. ഈ 9 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ചേർക്കുമ്പോൾ 12 ഇഞ്ച്. 12 ഇഞ്ച് കൂടാതെ ഇനി 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 2 സൈഡിലും ഓരോ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓരോ ഇഞ്ചിൽ ടക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 1 ഇഞ്ചും ചേർത്ത് 13 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് സീറ്റ് ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ക്രോച്ച് ലെങ്ത്ത് എടുത്തു കൊടുക്കുന്നത് 13 ഇഞ്ചാണ്. ഇവിടെ എത്രയാണോ എടുത്തു കൊടുത്തത് അതേ അളവ് തന്നെയാണ് ഞാൻ ഇവിടെ ക്രോച്ച് ലെങ്ത്തായിട്ട് എടുത്തു കൊടുക്കുന്നത്. ഇത് ക്രോച്ച് ലെങ്ത്ത് എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 3 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ കൂടുതലായിട്ട് ഇവിടെ എടുത്തു കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആം ഹോളെല്ലാം ഷേപ്പ് ചെയ്തെടുക്കണ മാതിരി ഈ ഭാഗം ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഈ ലൈന് കറക്റ്റ് അതായി ഇപ്പുറത്തേക്ക് ഒന്നിങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈന് കറക്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് നമുക്കിവിടെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സെൻറ്റർ ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് 7.25 ഇഞ്ചാണ്. നമുക്കിവിടെ ടോട്ടൽ വരുന്നത് 15.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുമ്പോൾ 7.25 ഇഞ്ച്. ഇനി ഈ 7.25 നമുക്കിവിടെ കിട്ടിയ ഈ അളവ് നേരെ താഴെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ഈ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കറക്റ്റ് സെൻറ്റർ ആണോ നോക്കാം. നമുക്കിവിടെ ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്തെ ലൂസ്. എനിക്കിവിടെ ഇനി കാലിൻ്റെ താഴ്ഭാഗത്ത് ലൂസ് വേണ്ടത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്.
ഈ 6 ഇഞ്ച് നമുക്ക് ഈ ലൈൻ വരച്ച ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് 3 ഇഞ്ചും ഇപ്പുറത്തേക്ക് 3 ഇഞ്ചും ആയിട്ട് എടുത്തു കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 3.25 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്കിത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം. അപ്പുറത്തെ സൈഡും കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് തന്നെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് താഴത്തേക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഭാഗം ഒന്ന് ഫോൾഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളിത് മുകൾ ഭാഗത്ത് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് ഇവിടെ നിന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ടക്കൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്പുറത്തെ സൈഡ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ അത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി ഇവിടെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുകൾ ഭാഗത്ത് 2 ഇഞ്ച് കൂടുതൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് ഇവിടെ കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗത്ത് ക്രോച്ചിൻ്റെ ഈ ഭാഗത്ത് 2.5 ഇഞ്ചും കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഈ ഭാഗം 2.5 ഇഞ്ചാണ് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈന് ഇവിടുന്ന് മുകളിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് 2.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ 2.5 ഇഞ്ച് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗത്ത് 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. ഇപ്പുറത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് ഇപ്പുറത്തെ സൈഡ് നമുക്ക് 2 ഇഞ്ചാണ് കൂടുതൽ വേണ്ടത്, 2.5 വേണ്ട, 2 ഇഞ്ചാണ് ഈ ഭാഗത്ത് കൂടുതൽ എടുത്ത് കൊടുക്കുന്നത്. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ പോയിൻ്റ് എല്ലാം ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചേഞ്ചസ് ഒന്നുമില്ല, അപ്പുറത്തെ സൈഡ് ഇതേമാതിരി തന്നെയാണ്, നമുക്ക് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഫോൾഡിങ് ആയിട്ട് വന്ന ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമുക്കിത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഈ ക്രോച്ചിൻ്റെ ഭാഗം ആദ്യം തന്നെ, ക്രോച്ച് ലെങ്ത്ത് ഈ ഭാഗം ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിലും അതേമാതിരി ബാക്ക് പാർട്ടിലും ക്രോച്ചിൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ക്രോച്ചിൻ്റെ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്കിതാ ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. ഇതാ ഫ്രണ്ട് പാർട്ടിൽ ആദ്യം നമുക്കിതാ നമുക്കിത് ഈ 2 ടക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മളിത് ഒരു സൈഡിൽ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. ഇതിൻ്റെ വിഡ്ത്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ഭാഗത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 6 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൊരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. അതേമാതിരി തന്നെ ഈ ഭാഗത്തും അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ 2 പോയിൻറ്റും നമുക്കിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പോക്കറ്റ് തയ്ക്കാനെടുത്ത ഈ തുണിയിലും മുകൾ ഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതും ഇതേമാതിരി അര ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അര ഇഞ്ച് ഈ ഭാഗത്തും അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2 പോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇതും ചേർന്ന് വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ വരച്ചു കൊടുത്ത ഈ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു അര ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പുറത്തും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ പോക്കറ്റ് ഒന്നിങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോക്കറ്റിനെ ഇവിടെ നിന്നിങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക, ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരയ്ക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പോക്കറ്റ് ഒന്ന് തിരിച്ചിടാം. പോക്കറ്റ് ഇപ്പം അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്.
അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മറിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് മറിച്ചിടണം. അപ്പോൾ അത് പോക്കറ്റിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോക്കറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിൽ പെടാതെ ഇതിൽ മാത്രം മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മളിതാ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതേമാതിരി തന്നെ ഇവിടെ താഴെ ഈ ഭാഗം ഇത്രയും ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ തുണിയിൽ പെടാതെ മുകൾ ഭാഗത്ത് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ പോക്കറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ മുകൾ ഭാഗത്ത് നമ്മൾ ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവും. അതേമാതിരി തന്നെ ഈ സൈഡ് ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് പോവും. ഇപ്പോൾ അതാ പോക്കറ്റ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഇതാ ഈ രണ്ടും കൂടെ ചേർത്ത് ഈ സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ മുകൾ ഭാഗത്ത് നമ്മൾ ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മുകൾ ഭാഗത്ത് ഇങ്ങനെ മടങ്ങിപ്പോയിക്കോളും. ഞാനിപ്പോൾ ഇതാ ഒരു സൈഡിൽ ഇത് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാനിത് 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇങ്ങനെയുള്ള ക്യാൻവാസ്, ബാൻഡിന് വെക്കുന്ന ക്യാൻവാസ് വെച്ചിട്ട് ഇതൊരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഈ തുണി ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് ഇങ്ങനത്തെ ക്യാൻവാസ് ഇല്ലെങ്കിൽ നെക്കിന് വെക്കുന്ന ക്യാൻവാസ് ഇങ്ങനെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് ഈ തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് ഇങ്ങനെ നല്ല വശത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അകത്തേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ വെച്ച് കൊടുത്ത ഈ ബെൽറ്റിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ടൊന്നിതാ ഇത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മടക്കി വയ്ക്കുമ്പോൾ പോക്കറ്റ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. ഈ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ടിലെ പാർട്ടും ബാക്കിലെ പാർട്ടും ഇങ്ങനെ നല്ല വശം ചേർന്ന് വരുന്ന മാതിരി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് താഴെ എന്ന് വേണം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ ബാക്ക് പാർട്ടിന് 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴേന്ന് ഇങ്ങനെ ഒന്ന് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതങ്ങനെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതപ്പം നമുക്കിത് ഇവിടെ ഇത്രയും ഇത് എക്സ്ട്രാ വരുന്നുണ്ട്. 2 ഇഞ്ച് നമ്മൾ ബാക്ക് പാർട്ടിനെ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ആദ്യം ഞാനിവിടെ ഒന്ന് ഇതൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ്. മുകൾ ഭാഗത്തൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതൊന്ന് ഈ മുകളിൽ ഇത്രയൊന്ന് ഭാഗം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് ബാക്ക് സൈഡിൽ ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഇത് ബാക്ക് പീസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് താഴെന്ന് കറക്റ്റായിട്ട് പിടിച്ചു കൊണ്ടുവരിക. കറക്റ്റായിട്ട് ഇത് രണ്ടും കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് താഴെന്ന് മുകളിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ അതാ ഇതും നമ്മൾ സ്റ്റിച്ചിൽ പെടരുത്. ഇത് മാത്രമാണ് സ്റ്റിച്ചിലേക്ക് പെടേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് കറക്റ്റ് ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇതൊന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മുകൾ ഭാഗത്ത് ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ എലാസ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഞാൻ എടുത്തു കൊടുത്ത ലെങ്ത്ത് ഇതിൻ്റെ
പകുതിനേക്കാളും ഒരു 2-3 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തു കൊടുക്കുക. അതായത് ഇതിൻ്റെ ഹാഫിനേക്കാളും ഒരു 3 ഇഞ്ചോളം ഞാൻ കൂടുതൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ താഴത്തുനിന്ന് കാലിൻ്റെ സൈഡിൽ, പാൻറ്റിൻ്റെ കാലിൻ്റെ സൈഡിൽ നമ്മൾ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ബാക്ക് പാർട്ടിൻ്റെ മുകളിലത്തെ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം എലാസ്റ്റിക് ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ബാക്കിലെ പാർട്ടിൽ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിരുന്നു. അത് നമ്മൾ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഈ ഫ്രണ്ടിലെ പാർട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എലാസ്റ്റിക്കും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പുറത്തെ സൈഡിലും അതേമാതിരി തന്നെ ബാക്ക് സൈഡിലെ എലാസ്റ്റിക്കും അത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതേമാതിരി തന്നെ മുകളിലെ തുണി ഇപ്പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഭാഗം ആദ്യം തന്നെ ഒന്ന് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. ഒറ്റ പ്രാവശ്യം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ തയ്യൽ തുമ്പ് ഒന്നും കാണാത്ത മാതിരി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് എലാസ്റ്റിക് വലിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ട്, ഇത് എലാസ്റ്റിക് അല്ല, ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ട് നമുക്കിവിടെ കാല് താഴെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്ന് രണ്ടായിട്ട് നമ്മൾ 2 ഇഞ്ചാണ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അതൊന്നിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. ഇതാ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ കാലിൻ്റെ ഇപ്പുറത്തെ സൈഡ്, പാൻറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് 2 ക്രോച്ചിൻ്റെ സൈഡും ഒരേമാതിരി വരണം. ഒരേമാതിരി ഇങ്ങനെ വരുന്ന മാതിരി വെച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിത് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് വെച്ച് അടുത്തായിട്ട് ഇതാ നമ്മളിതവിടെ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. എലാസ്റ്റിക്കിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക്കിൽ പെടാതെ വേണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് എലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊന്ന് എലാസ്റ്റിക് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. എലാസ്റ്റിക്കിൽ പെടാതെ ഇങ്ങനെ വെച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എലാസ്റ്റിക് വെച്ചിട്ട് ഇതാ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക്കിൽ പെടാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഈ ചുരുക്കുകളെല്ലാം ഒരേമാതിരി വെച്ചിട്ട് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ പോക്കറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് പോക്കറ്റിൽ പെടാതെ വേണം, താഴത്തെ തുണി മാത്രം പിടിച്ചിട്ട് വേണം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതൊരു റെഡിമെയ്ഡ് സ്റ്റൈലിൽ തന്നെ കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.